ജൂലൈ 2 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ലിദാനുസ്, വിശുദ്ധ മൊണേഗുണ്ടിസ്, വിശുദ്ധ ഓട്ടോ, വിശുദ്ധ പ്രോച്ചസൂസും മർത്തീനിയാനും, വിശുദ്ധ അസസ്തസ്, വിശുദ്ധ അരിസ്റ്റോൺ, വിശുദ്ധ ക്രഷൻഷ്യൻ, വിശുദ്ധ എവ്യൂട്ടീക്കിയൻ, വിശുദ്ധ ഉർബൻ, വിശുദ്ധ വൈറ്റാലിസ്, വിശുദ്ധ യൂസ്തുസ്, വിശുദ്ധ ഫെലിച്ചിസിമൂസ്, വിശുദ്ധ ഫെലിക്സ്, വിശുദ്ധ മാർസിയ, വിശുദ്ധ സിംഫോറോസ്, വിശുദ്ധ റയാലിനോ, വിശുദ്ധ പ്രോച്ചസൂസും മർത്തീനിയാനും. 1-ാം നൂറ്റാണ്ടിലെ ഈ 2 രക്തസാക്ഷികളെ 4-ാം ശതാബ്ദത്തിന് മുൻപ് തന്നെ റോമൻ ക്രിസ്ത്യാനികൾ അത്യന്തം ആദരിക്കുന്നുവെങ്കിലും അവരെപ്പറ്റി കാര്യമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല. മാമർട്ടിൻ ജയിലിൽ വേറെ 40 പേരോടുകൂടെ ഇവരും ഉണ്ടായിരുന്നുവെന്നും അവരോടുകൂടെ ജയിലിലുണ്ടായിരുന്ന പത്രോസ് പൗലോസ് ലേഖന്മാർ അവരെ മാനസാന്തരപ്പെടുത്തിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. പാറയിൽ നിന്നും അത്ഭുതകരമായി ഒഴുകിയ ജലം കൊണ്ടാണത്രേ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തിയത്. അവരുടെ ജയിലർ പൗളിനൂസ് അവരോട് ക്രിസ്തുമതം ഉപേക്ഷിച്ച് ജൂപ്പിറ്ററിനെ ആരാധിക്കുവാൻ ഉപദേശിച്ചു. ക്രൂരമായി മർദ്ദിച്ചു നോക്കി. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് മർദ്ദനവേളയിൽ അവർ തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടിരുന്നു. തീരെ വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ വാളുകൊണ്ട് അവരുടെ കഥ അവസാനിപ്പിച്ചു. ലൂസിന എന്നൊരു സ്ത്രീ അവൻ്റെ ശരീരം തൻ്റെ പറമ്പിൽ സംസ്കരിച്ചു. 4-ാം ശതാബ്ദത്തിൽ അവരുടെ കബറെടുത്തെങ്കിൽ ഒരു ബസിലിക്ക നിർമ്മിക്കപ്പെട്ടു. മഹാനായ ഗ്രിഗറി തദവസരത്തിൽ അവരെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തി. 9-ാം ശതാബ്ദത്തിൽ അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിലേക്ക് മാറ്റി. ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് പറഞ്ഞ വാക്കുകൾ വിചിന്തനം ചെയ്യാം. നാളെ എന്ത് സംഭവിക്കുമെന്ന് വിചാരിക്കേണ്ട. ഇന്ന് നിങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിത്യപിതാവ് നാളെയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നിങ്ങളെ കാത്തുകൊള്ളും. ഒന്നുകിൽ അവിടുന്ന് നിങ്ങളെ സഹനത്തിൽ നിന്ന് ഒഴിവാക്കും, അല്ലെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തി അവിടുന്ന് നൽകും. സമാധാനത്തിൽ വർത്തിക്കുക, ഉത്കണ്ഠകൾ ഉപേക്ഷിക്കുക. വിശുദ്ധരായ പ്രോച്ചസൂസെ, മർത്തീനിയാനെ, ലോകത്തുള്ള എല്ലാ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് രോഗികൾക്കും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.